മോളെ കൊണ്ട് പുറത്തു പോകുമ്പോ സൂക്ഷിക്കണമെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? കേക്കില്ല. കൃത്യസമയത്ത് ആ മാഡം വന്ന് രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? കുറ്റപ്പെടുത്താൻ എളുപ്പമാണല്ലോ. ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല. നമ്മൾ ചെയ്യുന്നതിന്റെ ഒക്കെ പാപഭാരം ദൈവം ശിക്ഷയായി വെച്ച് കെട്ടി കൊടുക്കുന്നത് നമ്മുടെ മോളുടെ തലയിലായിരിക്കും. 24 മണിക്കൂറും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ശിക്ഷ എന്റെ മോൾക്ക് കൊടുക്കരുത് എന്ന് ഭഗവതിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ മേഡം വന്ന് മോളെ ആശുപത്രിയിൽ എത്തിച്ചതും ഇപ്പൊ ചോര കൊടുത്ത് രക്ഷിച്ചതും. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നിങ്ങളുടെ തൊഴിൽ എന്താണെന്ന് അറിഞ്ഞപ്പോ മുതല് കാല് പിടിച്ച് യാചിക്കുന്നതല്ലേ ഞാൻ. ഒരു പരിചയം പോലും ഇല്ലാത്ത മനുഷ്യരെ പറ്റിക്കുന്ന, അവരെ ദ്രോഹിക്കുന്ന ഈ പണി അവസാനിപ്പിക്കാൻ. കേട്ടോ? ഇല്ലല്ലോ? എത്ര പാവങ്ങളുടെ ശാപം നിങ്ങളുടെ തലയിൽ വീണിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ സന്തതി പരമ്പരകളും അനുഭവിച്ചേ പറ്റൂ. ഇനിയെങ്കിലും എല്ലാം ഒന്ന് അവസാനിപ്പിക്കാൻ. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ലോ. ഇതൊരു ചുഴിയാ. ചെന്ന് പെട്ടുപോയാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല. ഒരു സുപ്രഭാതത്തിൽ എല്ലാം നിർത്തി നല്ലവനായെന്ന് പറഞ്ഞ ഇപ്പൊ പത്തി താഴ്ത്തി ഇരിക്കുന്നവന്മാരെല്ലാം തലപൊക്കും. ഞാൻ ആയുധം താഴെ വെച്ചു എന്ന വാർത്തയ്ക്ക് കാത്തിരിക്കുന്നവന്മാരാ. എന്നെ കൊന്നോട്ടെ, പക്ഷെ അവിടെ കൊണ്ടും തീരില്ല. വീട്ടിൽ കയറി കൊത്തി നുറുക്കും എല്ലാരെയും. ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തീ തിന്ന് നരയിക്കാൻ എനിക്ക് വയ്യ. വീണ്ടും പറയുക, ഒരു ഗുണ്ടയുടെ ഭാര്യയായി ജീവിക്കാനുള്ള താല്പര്യം എനിക്കില്ല. എന്റെ മോളെ അങ്ങനൊരുത്തന്റെ മകളായി വളർത്താനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ കാലവും എപ്പോഴും രക്ഷയ്ക്ക് ആ മേഡത്തിനെ പോലുള്ളവർ എത്തണമെന്നില്ലല്ലോ. അവരെന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു. മോളെ ഡിസ്ചാർജ് ആക്കിയിട്ട് മാഡത്തിനെ ഒന്നുകൂടെ വിളിക്കണം. മോളെ കൊണ്ടുപോയി അവരൊന്ന് കാണുകയും വേണം. എന്നിട്ട് നമ്മളാൽ കഴിയുന്ന ഒരു സമ്മാനം ആ മാഡത്തിന് വാങ്ങിക്കൊടുക്കണം. ആ മാഡത്തിന് എന്നാൽ കഴിയുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു കൊടുക്കും. എങ്കിലാ പ്രണവിനെ ഇങ്ങ് വിട്ടതാ. ഞാൻ കരുതി മാഡം പോയി കാണുമെന്ന്. ദേ, ഈ മാഡം ആണ് നമ്മുടെ മോളെ ആശുപത്രി കൊണ്ടുവന്ന് രക്ഷിച്ചത്. നിങ്ങൾ എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? ഈ മാഡത്തിന്റെ ചോരയാ ഇപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ ദേഹത്തോട് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്താ മനുഷ്യ ഇത്? ദൈവം നമ്മുടെ മോളെ രക്ഷിക്കാൻ അയച്ച മാലാഖയാണ് ഈ മാഡം. എന്ത് പറ്റി പവിത്ര? എന്നെ കണ്ടപ്പോ പേടിച്ചു പോയോ? എന്താ എന്ത് പറ്റി? നിങ്ങൾക്ക് മാഡത്തെ നേരത്തെ അറിയോ? മായ നേരത്തെ പറഞ്ഞില്ലേ, ദൈവമാണ് എന്നെ നിങ്ങളുടെ അരികിൽ എത്തിച്ചതെന്ന്. അത് നിങ്ങളുടെ പ്രാർത്ഥനയല്ല, എന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് മായ. എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഹസ്ബൻഡിന്റെ ഒരു കാര്യവുമായി ഞാൻ അല്പം തിരക്കിലാണെന്ന് മായയോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതിന് കാരണക്കാരനായ ആളാ ഇപ്പൊ എന്റെ കൺമുമ്പിൽ നിൽക്കുന്ന ഈ പവിത്ര. എന്റെ ഭർത്താവിന്റെ അനുജനെ മായയുടെ ഭർത്താവ് CKCക്ക് വേണ്ടി തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചിരിക്കുക. അതേ കുറ്റം എന്റെ ഹസ്ബൻഡ് ഗൗതമിന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുത്ത് ആ പാവത്തിനെ ജയിലിലടച്ചു. ഞാൻ ആശുപത്രിയിൽ എത്തിച്ച നിങ്ങളുടെ മകൾ പൊന്നൂന് കൊടുത്ത ചോരയ്ക്ക് പകരം ചോദിക്കുകയല്ല ഞാൻ. അതെനിക്ക് വേണ്ട. പക്ഷേ എനിക്ക് എന്റെ ഭർത്താവിനെ രക്ഷിക്കണം പവിത്ര. ന്യായം ഞങ്ങളുടെ ഭാഗത്തായതുകൊണ്ട് മാത്രം പ്രണവിനെ വിട്ടുതരാനുള്ള മനസ്സ് കാണിക്കാൻ പറ്റുമോ പവിത്രന്? ഇതെന്റെ അപേക്ഷയല്ല പവിത്ര. എനിക്ക് പ്രണവിനെ വേണം. വിട്ടു തന്നേ പറ്റൂ. ഈ മാഡത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങൾ നാവെടുത്തതല്ലേ ഉള്ളൂ. എന്നിട്ട് എന്താ ഇത്ര ആലോചിക്കാൻ? ചെല്ല്, അയാളെ എവിടെയാ കൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്നെന്ന് വെച്ചാ തുറന്നു വിട്ട് ഈ മാഡത്തിനെ ഏൽപ്പിക്കാൻ. നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും സ്നേഹിക്കുന്നത് നിങ്ങളുടെ മകളെയാണെന്ന് പറയുമല്ലോ. ആ മകളെ നിങ്ങൾക്ക് ജീവനോട് തിരിച്ചു തന്ന ഒരു സ്ത്രീയാണ് വന്നു നിന്ന് ചോദിക്കുന്നത്.